ഒരു വാക്ക് നന്ദി രേഖപ്പെടുത്തുവാനാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. നന്ദി രേഖപ്പെടുത്തുമ്പോൾ ആരോടാണ് നന്ദി രേഖപ്പെടുത്തുക എന്നത് ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധിയായി മനസ്സിൽ നിലനിൽക്കുന്നു. ഒത്തിരി സന്തോഷമുണ്ട്. ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ പൂർണ്ണതയാണ് റോണിയുടെ തീവ്രതീയ വാക്കിലൂടെ നിങ്ങൾ കേട്ടത്. അതിലപ്പുറം പിന്നെ പ്രത്യേകിച്ച് ഞങ്ങൾക്കൊന്നും പറയാനില്ല. ഈ നാളുകളിൽ ഞങ്ങൾക്ക് ഒരു ശബ്ദമായും ഒരു നാവായും നിലനിൽക്കുവാൻ കഴിയുന്നു എന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ യോഗത്തിൻ്റെ അധ്യക്ഷ പദം അലങ്കരിച്ചത് അഭിനന്ദനായ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് തിരുമേനിയാണ്. ഈ സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ തക്കവണ്ണം അഭിനന്ദ തിരുമേനിയുടെ ചിന്തകളും നിലപാടുകളും പ്രോത്സാഹനങ്ങളും ഏറെ സഭയ്ക്ക് സഹായകരമായിരുന്നു എന്നത് വളരെ കൃതജ്ഞതയോടെയാണ് മലങ്കര സഭ ഓർക്കുന്നത്. അഭിനന്ദ തിരുമേനി കാലാകാലങ്ങളിൽ ആവശ്യമായ ശ്രദ്ധ ക്ഷണിക്കലും ആവശ്യമായ ഇടപെടലുകളുമൊക്കെ ഈ കാര്യത്തിൽ നിർവഹിച്ചു. അഭിനന്ദനായ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുള്ള പരിശുദ്ധ സഭയുടെ നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കും. പരിശുദ്ധ പിതാവിനോട് നന്ദി പറയേണ്ട കാര്യമില്ല. എങ്കിലും നമ്മുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. മുമ്പ് വിജയൻ സാറ് രേഖപ്പെടുത്തിയതുപോലെ സത്യം പറഞ്ഞാൽ തിരുമേനിയുടെ ഓടിയെത്താൻ ഇച്ചിരി പ്രയാസമുള്ള ഒരു കാലഘട്ടമാണ്. പ്രായം കൊണ്ട് ഒത്തിരി 51 വയസ്സുകാരനായ ഞാൻ, 49 വയസ്സുകാരനായ റോണി, വിജയൻ സാറിന് 60 താഴെ വയസ്സ് കാണും, കൃത്യമായി ഞാൻ ചോദിച്ചിട്ടില്ല. എങ്കിലും ഈ പ്രായങ്ങൾക്കൊക്കെ നടുവിൽ നിന്നുകൊണ്ട് പരിശുദ്ധ പിതാവിനോടൊപ്പമുള്ള ഓടിയെത്തൽ അത് വളരെ ചടുലമായും ദീർഘമായും ഒക്കെ എത്തുന്നു. ഇന്ന് ഈ സംരംഭത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു 60-ലധികം മീറ്റിംഗ് വിവിധ ഘട്ടങ്ങളിൽ കൂടിയിട്ടുണ്ട് കഴിഞ്ഞ 2 വർഷമായി. ഒരു ദിനം കൊണ്ട് സംഭവിക്കുന്ന ഒരു സ്വപ്ന സാക്ഷാത്കാരമല്ല. ഇത് വളരെ ദിനങ്ങളായി പ്രാർത്ഥനാപൂർവമായി അന്വേഷിച്ച് ഇതിന് പിന്നിൽ ഒത്തിരി പ്രതിസന്ധികളുണ്ടായിരുന്നു. പലപ്പോഴും ഒറ്റക്കേറ്റെടുത്ത നിമിഷങ്ങളുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ഈ ഒരു ഗുരുവെന്ന നിലയുള്ള സ്വാതന്ത്ര്യമുള്ളതുകൊണ്ട് പോയി ചിലപ്പം കരയിക്കാറുണ്ട്. ഒന്നും പറഞ്ഞില്ലല്ലോ, ഇങ്ങനെ നോക്കത്തേ ഉള്ളൂ, ഒന്നും പറയത്തില്ല. അതുകൊണ്ട് വീണ്ടും ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഒറ്റക്കേറ്റെടുത്ത ഒത്തിരി നിമിഷങ്ങളുണ്ട്. ഈ സംഘർഷങ്ങളൊക്കെ ഒറ്റക്കെട്ടെടുത്ത നിമിഷങ്ങളുണ്ട്. തിരുമേനിയോടൊപ്പം കൂടെ വന്ന ആളുകളും ഒരുപക്ഷെ വേദികളിലുണ്ട്. അങ്ങനെ ഈ മഹത്തായ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് എത്തുമ്പോൾ പിതാവിന് നന്ദി രേഖപ്പെടുത്തുന്നില്ല. എങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പരിശുദ്ധ പിതാവിനുള്ള ഭക്തിയാദരവുകൾ പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു. അഭിനന്ദന ദിയസ്കോറോസ് തിരുമേനിയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ്. എപ്പോഴും മലങ്കര സഭയുടെ എല്ലാ കർമ്മ പദ്ധതികളോടും അകമിഴിഞ്ഞ് പിന്തുണഞ്ഞ് സഞ്ചരിക്കുന്ന ഒരു മെത്രാപ്പോലീത്ത തിരുമേനിയാണ്. കോട്ടയത്ത് നടക്കുന്ന മിക്കവാറും എല്ലാ സംരംഭങ്ങളിലും സമ്മേളനങ്ങളിലുമൊക്കെ അഭിനന്ദ തിരുമേനിയുടെ സജീവ സാന്നിധ്യമുണ്ട്. ഇന്നിവിടേക്ക് വരികയും ഇതിന് ആശംസകൾ അർപ്പിക്കുകയും ഒക്കെ ചെയ്തതിൽ അഭിനന്ദ തിരുമേനിയുള്ള നന്ദി സ്നേഹവും കടപ്പാടും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഏറ്റവും അനുഗ്രഹീതരായ വൈദികർക്ക് നന്ദി നൽകുന്നതിന് മുമ്പ് പാളയം സെന്റ് ജോർജ് കത്തീഡ്രൽ വികാരി എന്തിനായ കറുകയിലച്ഛനെ ഞങ്ങൾ സ്നേഹപൂർവ്വം ഓർക്കുന്നു, ബഹുമാനപാഠം ഓർക്കുന്നു. അച്ഛൻ്റെ നിലപാടുകളും സാന്നിധ്യവും വളരെ വിലപ്പെട്ടതായി കാണുന്നു. അച്ഛനോടും അച്ഛൻ്റെ സഹവികാരിമാരോടും ഇതിൽ പങ്കെടുക്കുന്ന പാളയം സെന്റ് ജോർജ് കത്തീഡ്രൽ ഇടവാംഗങ്ങൾ എല്ലാവരോടുമുള്ള പ്രത്യേകമായ സന്തോഷം ആമുഖമായി രേഖപ്പെടുത്തുന്നു. അപ്പം ഇതിനെ ഗബ്രിയേൽ തിരുമേനി വന്നപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു, തിരുവനന്തപുരം ഭദ്രാസനം ആകെ ഒന്ന് ഇളകിയിട്ടുണ്ടല്ലോ ഈ സമ്മേളനത്തിനായി. അപ്പോൾ ഇന്നലെ വൈദികർ, ഭദ്രാസനത്തിൻ്റെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഇച്ചിരി പരിഭവമൊക്കെ വന്നപ്പോൾ പറഞ്ഞു, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്ന നിലയിൽ അവർക്കൊരു കൽപ്പന ലഭിച്ചില്ല. അതിനൊരു ക്ഷമാപണം പൊതുവായും പബ്ലിക്കായും അറിയിക്കുന്നു. ഞങ്ങൾ അറിയിക്കുവാനുള്ള ക്രമീകരണം അതെ തിരുമേനി വിളിച്ചായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും വീണ്ടും ആ ക്ഷണം സ്വീകരിച്ച് നിങ്ങളിവിടേക്ക് എത്തിയതിൽ സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഭദ്രാസന കൗൺസിൽ അംഗങ്ങൾ, തിരുവനന്തപുരം ഭദ്രാസനത്തിന് വിവിധ ദേവാലയങ്ങളിൽ നിന്ന് കടന്നു വന്ന ഒത്തിരി പരിചിതമായ മുഖങ്ങൾ കാണുന്നു. തിരുവനന്തപുരം ഭദ്രാസനം മാത്രമല്ല, കൊട്ടാരക്കര പുല്ലൂർ ഭദ്രാസനത്തിൽ നിന്ന് ഭദ്രാസ സെക്രട്ടേറിയറ്റിന്റെ നേതൃത്വത്തിൽ ഇവിടെ ആളുകൾ കടന്നു വന്നു. മലങ്കര സഭയുടെ വിവിധ കോണുകളിൽ നിന്ന് അനേകം സഭാസ്നേഹികളായ പലരുടെയും മുഖം ഇവിടെ കാണുന്നു. അവരെല്ലാവരെയും നന്ദിപൂർവ്വം ഓർക്കുന്നു. ബഹുമാന്യരായ സിസ്റ്റേഴ്സിന്റെ സാന്നിധ്യം ഇവിടെയുണ്ട്, അവരെയും ഓർക്കുന്നു. പ്രിയപ്പെട്ട വർക്കി ജോൺ സാറിനെയാണ് പരിശുദ്ധ പിതാവ് ഈ സ്വപ്ന പദ്ധതി പൂർത്തീകരിക്കുമെന്നൊക്കെവണ്ണം ഇവിടെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഈ നാളുകളിൽ അനേകം കർമ്മ പദ്ധതികൾ, പരിമല ഹോസ്പിറ്റൽ ഉൾപ്പെടെയുള്ള അനേകം കർമ്മ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുവാൻ വർക്കി ജോൺ സാറിലൂടെ ദൈവം ഇടപെട്ടു. ഇവിടെയും അത് ഇടപെടട്ടെ എന്ന് ഓർമ്മിപ്പിക്കുന്നു. പ്രിയപ്പെട്ട ബാബുവിൻ്റെ സാന്നിധ്യം ഞങ്ങൾ ഒരിക്കലും വിസ്മരിക്കുന്നില്ല. അദ്ദേഹവും വളരെയേറെ ഇതിൻ്റെ പിന്നിൽ അധ്വാനം ചെയ്ത അദ്ദേഹവും കുടുംബവും അദ്ദേഹത്തോട് കൂടെ പ്രവർത്തിക്കുന്ന ആളുകളും ഇവിടെയുണ്ട്.
അത് മറന്നു പോകുന്നത് കുറ്റകരമായ ഒരു അനാസ്ഥയാണ്. അദ്ദേഹത്തിൻ്റെ സംഭാവനകളും സഹകരണവും വളരെ നന്ദിപൂർവ്വം ഓർക്കുന്നു. ധാരാളം യുവാക്കൾ ഞങ്ങളുടെയൊക്കെ വരുമ്പോൾ ഇതിൻ്റെ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അവരെ എല്ലാവരെയും നന്ദിപൂർവ്വം പരിശുദ്ധ ബാബാതിരുമേനിക്കുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. ഇത് കവർ ചെയ്യുവാനായി കടന്നു വന്ന ദൃശ്യമാധ്യമ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും അല്പമായോ അധികമായോ ഇത് സഹകരിച്ച എല്ലാ പ്രിയപ്പെട്ടവരുമുള്ള പരിശുദ്ധ സഭയുടെ നന്ദിയും സ്നേഹവും കടപ്പാടും ഞങ്ങളുടെ സഭാസ്ഥാനികൾക്ക് വേണ്ടി അറിയിച്ചുകൊണ്ട് വാർത്തച്ചു.